ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. അത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കല്ലൂർ പള്ളിയിൽ പോവാണ്. മിക്കവാർക്കും അറിയാവുന്നൊരു പള്ളിയാണ് കല്ലൂർ പള്ളി, എടപ്പള്ളി പള്ളി. അപ്പോൾ നമ്മൾ പോകുന്നത് കല്ലൂർ പള്ളിയിലേക്കാണ്. പെട്ടെന്ന് നമ്മളെടുത്തൊരു ഇതാണ് കേട്ടോ. നമുക്ക് കല്ലൂർ പള്ളിയിൽ പോകണം എന്ന് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല. പക്ഷേ പെട്ടെന്ന് നമുക്ക് തോന്നി എന്നാൽ പള്ളിയിലൊന്ന് പോയിട്ട് വരാം. ചൊവ്വാഴ്ചയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. ഇതിൽ മെയിനായിട്ട് എൻ്റെ സാധനങ്ങൾ ഒന്നും എടുത്തു വെച്ചില്ലെങ്കിലും ബെൻലിയുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാവണം എന്ന് ഇപ്പോൾ ഞാൻ നിർബന്ധം പിടിക്കുന്ന ആളാണ്. അതിന് മുമ്പ് സാധാരണ അങ്ങനെയാണല്ലോ, കല്യാണത്തിന് മുൻപ് നമ്മൾ നമ്മളുടേതായ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് മേക്കപ്പിനുള്ള ഐറ്റംസ് അടക്കം എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ ബാഗിൽ തൂക്കി പുറത്തോട്ട് ഇറങ്ങും. പക്ഷേ ഇപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഒരു ഒറ്റ സാധനം പോലും ഞാൻ എടുക്കാറില്ല. ഒരു സാധനം പോലും എൻ്റെ എടുക്കാറില്ല. എല്ലാം ബെൻലിയുടെ എല്ലാം ബാഗിൻ്റെ അകത്ത് ഇട്ട് ഓക്കെ ആണോ എന്ന് മാത്രം ആലോചിക്കാറുള്ളൂ. എന്നാൽ പോലും അതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ സാധനങ്ങൾ പിന്നെയും മറന്നു പോകാറുണ്ട് ബെൻലിയുടെ തന്നെ എടുത്തു വയ്ക്കാനായിട്ട്. അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ യൂബറിന് മെട്രോയ്ക്കാണ് ആക്ച്വലി പള്ളിയിലേക്ക് പോണത്. അപ്പോൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂബർ ബുക്ക് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു കോലാഹലങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ യൂബർ വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് വഴി മനസ്സിലാവാതെ യൂബറുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്ന് നമ്മൾ നമ്മുടെ അടുത്തുള്ള കുറേ അന്തേവാസികളെ കണ്ടുമുട്ടി, ഏറ്റുമുട്ടി. ലാസ്റ്റ് നമ്മൾ വണ്ടി കണ്ടു. അങ്ങനെ വണ്ടി കയറിപ്പോയി. അത്രയും നേരമില്ലാതിരുന്ന ഒരു ഛർദിലും തലകറക്കം പോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് വന്നത്. കാരണം ഈ ഇതുപോലത്തെ വണ്ടിയിലിരിക്കുമ്പോഴല്ലോ നമ്മളിങ്ങനെ കിടന്ന് കുടുങ്ങിക്കൊണ്ടിരിക്കും. ആ കുടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു കുഴപ്പമാണ് ഈ പെട്ടെന്ന് വന്ന ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്താറായി. അങ്ങനെ മെട്രോ സ്റ്റേഷൻ എത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റെപ്പിൽ വലിഞ്ഞ് കയറണ്ടല്ലോ എന്നോർത്ത് നമ്മൾ ലിഫ്റ്റ് എടുത്തു. അങ്ങനെ ലിഫ്റ്റിൽ കയറി. അങ്ങനെ ലിഫ്റ്റ് വന്നു. നമ്മൾ ലിഫ്റ്റിൽ കയറി മെട്രോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് നമ്മൾ പോയി. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ബെൻലി ഫസ്റ്റ് ടൈമാണ് ഈ പറയുന്ന പോലെ ഒരു മെട്രോയിൽ കയറണത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ക്യാരിങ് ആയിട്ടിരുന്നു, ബെല്ലിനെ ക്യാരിങ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ഒരു തവണ നമ്മൾ മെട്രോയിൽ കയറിയിട്ടുണ്ട്. അവൻ ഇൻഡയറക്റ്റ്ലി മെട്രോയിൽ കയറിയിട്ടുണ്ട് എന്നല്ലാതെ ഡയറക്റ്റ്ലി ഇങ്ങനെ ശരിക്കും മെട്രോയിൽ കയറിയിട്ടില്ല. അത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഇതെന്താ സംഭവം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എന്തായാലും അവന് താഴെ ഇറങ്ങണം. അപ്പോൾ ഇങ്ങനെ ഞെരിപിരി കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അവനെ താഴെ ഇറക്കി കുറച്ച് നേരം നടത്തിച്ച് ആ കൈ അങ്ങോട്ട് വിടിക്കാനുള്ള ധൃതിയിലായിരുന്നു പുള്ളി. വിടിയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ഓട്ടം ഇരിക്കും. അങ്ങനെ പിന്നെ നമ്മൾ അവനെ എടുത്തു പിടിച്ചിട്ട് നമ്മൾ മെട്രോ കയറാനുള്ള സ്റ്റേഷൻ്റെ മുകളിലോട്ട് ചെന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കൂടെ കുറച്ച് ഈ പിള്ളേരൊക്കെ ഉള്ള സമയത്ത് കുറച്ചധികം പേര് നമ്മളുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ ഫ്രീ ആണ്. ഇത് ഒട്ടും നമുക്ക് ശരിക്കും മാനേജബിൾ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ആകെ 2 പേരല്ലേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഇവൻ്റെ സാധനങ്ങളും പിടിക്കണം, അതുപോലെ തന്നെ അവനെയും പിടിക്കണം. മൊത്തത്തിൽ നമുക്ക് മാനേജബിൾ ആകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പൊതുവേ ഇങ്ങനെ ഇവനെ ഒറ്റയ്ക്കായിട്ട് ഞാനങ്ങനെ പോവാറില്ല. ഇതിപ്പോൾ ഇങ്ങനെ പോയത് ആദ്യമായിട്ടാണ്. അപ്പോൾ കുറച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്തു എല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അങ്ങനെ പിന്നെ മെട്രോയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും അകത്തേക്ക് കയറി. അവനിങ്ങനെ കുറച്ച് നേരം സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാ കണ്ടില്ലേ, എന്താ സംഭവം എന്നൊന്നും പിടികിട്ടണില്ല. വണ്ടി മൂവ് ചെയ്യണ്ടെന്നുള്ളൊരു ചെറിയൊരു ഇത് അവന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് അനങ്ങാതെ നിൽക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് വലിച്ച് കാലിൻ്റെ അവിടേക്ക് നിർത്താൻ നോക്കിയിട്ട് അവൻ നിൽക്കണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ നമ്മളുടെ സീറ്റിൻ്റെ മേളിലോട്ട് പൊക്കി നിർത്തിയിട്ടും അപ്പുറത്തേക്കുള്ളത് കാണിച്ചു കൊടുത്തു. ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, അവൻ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ പറയണേണ് അവനോട് ക്യാമറ നോക്കിയിട്ടൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അപ്പം തന്നെ പുള്ളിക്കാരൻ അത് പറഞ്ഞു കേട്ടോ, ഹായ് പറഞ്ഞു.
Once in a while I dream. Once in a while I think of you. I reminisce on days gone by when you and I were new. അങ്ങനെ നമ്മൾ മെട്രോ കലൂർ വന്നിറങ്ങി. സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ കുറച്ച് മുമ്പോട്ട് നടക്കാനുണ്ടായിരുന്നു പള്ളിയിലോട്ട്. അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഓരോ കടകളും കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് ആകർഷിക്കണയാണ് കയറി ഓരോന്ന് വാങ്ങിക്കാനായിട്ട്. പക്ഷേ കാശുകൾ പരിമിതമായത് കാരണം നമ്മൾ അങ്ങനെ ഒന്നും നോക്കാതെ നമ്മൾ നേരെ വഴി നടന്നു. പള്ളിയിൽ ചെന്നപ്പോൾ നല്ല തിരക്ക്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം എന്ന പോലത്തെ ഒരിത്. ഒന്നാമത്തെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചൊവ്വാഴ്ചയാണ്, ആൾക്കാരാണ്, കലൂർ പള്ളിയാണ്, പോരാത്തതിന് എല്ലാവരും ഉണ്ടാകും. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഇതിപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ അദ്ദേഹം ബെന്റ്ലി നമ്മുടെ കയ്യിലും ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ കുർബാന നടക്കുകയായിരുന്നു. അപ്പോൾ കുർബാനയ്ക്ക് അധികം നേരം നിന്നില്ല. നമ്മൾ പോയതും തന്നെ ഉച്ച കഴിഞ്ഞ് അത്യാവശ്യം 3-3:30-4 മണി ആ സമയം കണ്ടാണ് പോയത്. അത് നമ്മൾ പോയിട്ട് നേരെ അവിടെ എത്തി ഒരു 10-20 മിനിറ്റ് നിന്നതിന് ശേഷമാണ് നമ്മൾ തിരിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോയത് ഒരു അവൽ മിൽക്ക് കഴിക്കാനാണ് പോയത്. പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു അവൽ മിൽക്കിൻ്റെ കടയിൽ നമ്മൾ അവൽ മിൽക്ക് സാധാ നോർമലായിട്ടുള്ള അവൽ മിൽക്ക് നമ്മൾ വാങ്ങിച്ചു. Once in a while I dream. Once in a while I think of you. I reminisce on days gone by when you and I were new. Once in a while I dream, hoping that you'd return to me, but I know that you're not coming back, so once in a while I dream. Each moment passes like hours, each day is dark as the night. അങ്ങനെ ഇതാ വീണ്ടും അവൽ മിൽക്കിൻ്റെ കടയിനോടും യാത്ര പറഞ്ഞ് നമ്മൾ വീണ്ടും യൂബർ എടുത്ത് മെട്രോ സ്റ്റേഷനിലോട്ട് തിരിച്ചു. മെട്രോ സ്റ്റേഷനിൽ ആക്ച്വലി പോണത് നമ്മൾ യൂബർ എടുത്തിട്ട് ഫുള്ളായിട്ട് വീടിൻ്റെ അവിടേക്ക് വരെ യൂബർ എടുത്തു. മെട്രോയ്ക്ക് പിന്നെ പോയില്ല. സ്റ്റേഷനിൽ ആക്ച്വലി നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ആൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോയത് സ്റ്റേഷനിലോട്ട് പിന്നെ യൂബർ എടുത്തേ. കൂടെ നിൽക്കുന്ന ആളും നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ എടുത്തു തരാനുള്ളത് കൊണ്ട് വളരെ സുഖമാണ്. നമ്മളുടെ വീഡിയോ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും അപ്പുറത്തുനിന്ന് ഒരാൾ നമുക്കും കൂടി വീഡിയോ എടുത്ത് തരുമ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസമായിട്ട് വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പതുക്കെ ആ ഒരു അത്രയും ഭയങ്കര ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഇതിൽ നിന്ന് കയറി മാറി ഇങ്ങോട്ട് വരുമ്പോഴേക്കും കുറച്ച് കൂൾ മൈൻഡ് അങ്ങനത്തെ ഒരു ഇതിൽ പിന്നെ നമ്മൾ സ്റ്റേഷനിൽ വന്നെത്തി. അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാനുള്ള ആളെയൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് പള്ളി പോയതിൻ്റെ ഒരു ഇത് ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.